Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭായോഗമായി ദൈവം നമുക്ക് ഒരുക്കിയ സാഹചര്യത്തിൽ കൂടി കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപകൾക്കും സ്നേഹത്തിനുമായി നമുക്ക് നന്ദി പറയാം. ഒരാഴ്ച കൂടെ ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ക്ഷേമമായി ഐശ്വര്യമായി പരിപാലിച്ചു. നമ്മുടെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് തരികയും, വിശേഷാൽ ഇത് ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുന്ന, ഒരുമിച്ച് ആരാധിക്കുന്ന സഭായോഗത്തിൻ്റെ ദിവസമാകയാൽ ആലയത്തിൽ ഒരുമിച്ചല്ലെങ്കിലും ഇരിക്കുന്ന ഭവനങ്ങളിലും നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും ഈ പകൽ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിന് നന്ദി പറയാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ എൻറ്റർ ഇൻ ടു ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്, ഐ വിൽ എൻറ്റർ ഇൻ ടു ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്, ആൻഡ് ഐ വിൽ സേ ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നത് നന്ദിയോടെയാണ്. ആയുസ്സിൽ ഒരു ദിവസം കൂടെ തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പുതിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഓൾസോ വി എൻറ്റർ ഇൻ ടു ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. കർത്താവിന് സ്തുതി പറയുകയാണ്. ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അനേകർ ദൈവം ആരാണെന്നറിയാതെ കേവലം ഈ ലോകത്തിലെ നന്മകളുടെ മുമ്പിൽ തലകുനിക്കുമ്പോൾ വലിയവനായ ദൈവത്തെ അടുത്ത് കാണുവാനും അടുത്തറിയുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവും, അടുത്ത ഒരു പടിയും കൂടെ എന്നുള്ളിൽ എന്നും വസിച്ചിടുന്ന ഒരു ദൈവമുണ്ട് എന്ന കാഴ്ചപ്പാടോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ലഭിച്ച എല്ലാ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. സന്തോഷമുള്ള അതിരത്താൽ നമുക്ക് കർത്താവിനെ വാഴ്ത്താമില്ല, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി തിരുനാമത്തിന് നന്ദി പറയുന്നു. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഷ്ടതയുടെയും പ്രയാസയുടെയും നിന്ദയുടെയും വേദനയുടെയും ഒക്കെ നടുവിൽ യേശുവിനെ ആരാധിപ്പാനും അവിടുത്തെ പൊന്നുനാമത്തെ ഉയർത്തുവാനും ഞങ്ങൾക്ക് ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ കർത്താവ് തന്നല്ലോ. ബലഹീനരായിരുന്ന അനേകരുണ്ട്. ദൈവം കൊടുത്ത സൗഖ്യങ്ങൾക്കായി സ്തോത്രം. ദൈവം ആയുസ്സും ആരോഗ്യം കൊടുത്തതിനാൽ കർത്താവിന് നന്ദി പറയുന്നു. കഷ്ടതയിലായിരിക്കുന്ന ജനം ഉദ്ധാരണം അനുഭവിക്കട്ടെ. കർത്താവ് ജീവിതയാത്രയിൽ ഓരോരുത്തർക്കും വേണ്ട ആവശ്യമായ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ആവോളം അനുഭവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുള്ള കരം ജനത്തിൻ്റെ മേൽ ധാരാളമായി കടന്നു വരുമാറാകട്ടെ. യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ടല്ലോ, അവരുടെ മക്കൾക്കും ശരണമുണ്ടാകും. ഇന്ന് പകൽക്കാലത്തെ വിശുദ്ധ സഭാ ആരാധനയിൽ അനുഭവിക്കേണ്ട എല്ലാ ആത്മീയ വിടുതലുകളും ശാരീരിക വിടുതലുകളും മാനസിക ഉദ്ധാരണങ്ങളും തൻ്റെ ജനത്തിനുണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജനം ഭവനത്തിലായിരുന്നു കർത്താവിനെ സ്തുതിക്കുന്ന ഈ സമയം ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ അടിയങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്ന ജനം എല്ലാവരും ആത്മാവിൽ പുഷ്ടി പ്രാപിക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ജനത്തെ വിടുവിക്കണമേ. കഷ്ടതയിലായിരിക്കുന്ന ജനത്തിന് ഉദ്ധാരണം അയക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ പാട്ടുകൾ അനുഗ്രഹമായി തീരണം. ആത്മാവിൽ ഒരുമിച്ച് പാടത്തക്കവണ്ണം ഞങ്ങൾക്ക് ധൈര്യവും കൃപയും തന്നാട്ടെ. നല്ല മെസ്സേജുകൾ ദൈവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവ് സംസാരിക്കണമേ. കർത്താവേ, എല്ലാ നിലയിലും അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കുവാനും അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തി വെളിപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണം. കഷ്ടതയുടെ പ്രയാസങ്ങൾ കടന്നു പോകുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പൊന്നുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് കർത്താവിൻ്റെ കൃപ ഞങ്ങൾ തുടർമാനമായി അനുഭവിക്കട്ടെ. യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ ദൈവമക്കൾക്കും ഉള്ള വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. IPC എബ്രോൺ ഒക്കൽഹോമ സഭയിൽ ആരാധിക്കുകയും കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുകയും ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കഴിയുന്നില്ലെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈനംദിനം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഉത്സാഹം കാണിച്ച് നിങ്ങളുടെ വാക്കുകൊണ്ടും അല്ലടിയ ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദന ബഹുമാനങ്ങളെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ നമ്മുടെ കൂടിവരവുകൾ മൺഡേ ആൻഡ് സാറ്റർഡേ വി വിൽ ഹാവ് പ്രെയർ ലൈൻ മീറ്റിംഗ് ഓൺ മൺഡേ ആൻഡ് സാറ്റർഡേ അറ്റ് 7 PM. മൺഡേയും സാറ്റർഡേയും 7 മണിക്ക് പ്രെയർ ലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. വെനസ്ഡേ വി ഹാവ് ലേഡീസ് മീറ്റിംഗ് അറ്റ് 7 PM. സഹോദരിമാരുടെ മീറ്റിംഗ് വെനസ്ഡേ ഉണ്ടായിരിക്കും. എല്ലാവരും സഹകരിക്കുക. ആൻഡ് ദിസ് ഫ്രൈഡേ വി വിൽ ഹാവ്
our area prayer cell Zoom meeting at 7 p.m. ഈ ഫ്രൈഡേ ഏരിയ പ്രെയർ മീറ്റിംഗ് ആണ്. സൂമിൽ കൂടെ പ്രിയ കർത്തദാസന്മാർ അതാത് സമയങ്ങളിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആവശ്യമായ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രയാസത്തിലായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് നാം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്നു. സ്തുതി ചെയ് മനമേ, ഹല്ലേലൂയ. നിത്യവും ഞങ്ങളുടെ ജീവനാധാരമായ, ജീവന് കർത്താവ് നിദാനമായ ദൈവത്തിന് ഹൃദയം തുറഞ്ഞ നന്ദിയോടെ കരങ്ങൾ ഉയർത്തി പാടി, കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയാൽ, ബഹുമാന്യനാമാചാര്യനായി വാനിലവൻ വാഴ്കയാൽ, ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളു ഭാഗയാൽ, ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളു ഭാഗയാൽ. സ്തുതി ചെയ് മനമേ, നിത്യവും ഹല്ലേലൂയ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ, ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ, അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. സ്തുതി ചെയ് മനമേ, നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ബഹുദൂതരും
ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ, ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ, ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, ദിനവും മനാവേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ, ദിനവും മനാവേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ, അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ, അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ, ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ, ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ, ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യും മനാവേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഹല്ലേലൂയ. Oh, hallelujah. We worship Lord. Hallelujah. ഇതുപോലെ സ്വജീവൻ തന്നൊരാത്മസ്നേഹിതൻ ഈ ലോകത്ത് നമുക്ക് വേറെ ആരാണുള്ളത്? ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സകല മാനവും ഹല്ലേലൂയ, സകല പുകഴ്ചയും സകല ജ്ഞാനവും സകല ബലവും സ്വീകരിപ്പനായ ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്താൽ നീക്കിയ നമ്മുടെ കുഞ്ഞാടിനെ നമ്മളൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന പാട്ടുകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടിയാൽ നമുക്ക് ആ വിടുതൽ ലഭിക്കും. അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും ഹല്ലേലൂയ നിങ്ങൾക്ക് ഹല്ലേലൂയ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി തന്നെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും അവൻ ചെങ്കടലിൽ വഴി ഒരുക്കുവാൻ ശക്തനാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. എല്ലാവരും
എല്ലാവരും നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത ഒരു ദൈവം തൻ്റെ ഉള്ള കാലത്തിൽ നമ്മളെ വഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന്, കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നെ കൈവിടാത്ത ആ ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. We worship Lord. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നെ കൈവിടാത്ത ആ ദൈവത്തെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാ. ഓ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാ ഞാൻ നിന്നെ മറന്നിടുമോ. ആമേൻ. എല്ലാവരും നിന്നെ മറന്നാ ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. ആമേൻ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാ ഞാൻ നിന്നെ മറന്നിടുമോ. ആമേൻ. എല്ലാവരും നിന്നെ മറന്നാ ഞാൻ നിന്നെ മറന്നിടുമോ.
വാഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. ആമേൻ. എന്റെ കാലത്തിൽ നിന്നെ വാഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവം, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ആമേൻ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. സ്തോത്രം. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. You are our stronghold, അപ്പാ. You are our refuge, സ്തോത്രം, സ്തോത്രം. You are our stronghold. You are our refuge, അപ്പാ. You go before us, അപ്പാ. You go before us, Jesus. Thank you, Jesus. Thank you, Jesus. Thank you. Thank you. Praise the Lord. Praise the Lord. I thank God that His presence is here this morning. And I thank God that He's given me this opportunity to stand before you all as we worship Him together. Let us continue in our study of Acts. I'm going to turn to Acts chapter 9, verse 15. But the Lord said unto him, Go thy way, for he is a chosen vessel unto me, to bear my name before the Gentiles and kings and the children of Israel. For I will show him how great things he must suffer for my name's sake. Praise the Lord. Last week, Minu shared with you about Acts chapter 9, the first 9 verses, where he spoke about the conversion of Saul, who became Paul, or who was already Paul, but he was known as Paul after his conversion more widely. And
he spoke about how God or Jesus appeared to him and asked him, told him that it is hard for him to kick against the goads, and he elaborated on that. I was my my plan or my thought was to continue in that topic and just read further down to verse 15, what I just read today. So what is being the verse I just read was after Saul was converted. He was, as we all know, he was blinded because of the bright light that he saw when Jesus appeared to him. They led him to the house of somebody called Judas, and God appeared to a different disciple named Ananias, who was also living in Damascus, which is where Saul was headed, and he was staying there. And God appeared to another disciple of God, Jesus. His name was Ananias, and Jesus told him that rise up and go to this house of this person called Judas, who lives on a street called Straight, and his name is Saul of Tarsus. And he made sure he said Saul of Tarsus in case there was a confusion. And he said, behold, he's praying. And he said, he has seen a vision that somebody called Ananias is going to come and pray for him, and he's going to receive his sight. Ananias was immediately scared, and he said, Lord, are you sure? Because I have heard that this man has done many evil to the saints, to your saints at Jerusalem. And he said, I actually heard that he was on his way to Damascus with an authorization from the chief priest to tie up or bind up all those who call on your name. And he put it back to Jesus. And he said, on your name. And so are you sure you want me to go minister to this person? And the Lord said, that's the verse I read. Go thy way, for he is a chosen vessel unto me, to bear my name before the Gentiles and kings and the children of Israel. So with this context, I was going to talk about this topic of being a chosen vessel unto me, being fit for the master's use. I mean, it's even more amazing that what is being said here, because if you think about who Saul was, right, and Minu covered some of that, how he was, even the first verse of that chapter says he was breathing out threatenings and slaughter. He was no ordinary opposer of Christ. He was just had a zeal for opposing the church and the move of God. And such a person, Jesus is saying that I have chosen him as a vessel for me. So now the question we have to ask ourselves is, I know this topic, before I launch into this topic, has potentially some controversies or just, of predestination and all of those kinds of things. I am not going to go into those topics. That takes a long time to discuss. But so I hope you'll just stay with me and just focus on being a chosen vessel. So God is really saying that even though he was an enemy of the church, I chose him as a vessel that I will use for a certain purpose. That no matter what he looked like prior to his choosing, no matter that he was an enemy to me and killed my own people, or had my own people killed, he is still chosen to me. Okay, so hold your thought there. Sorry, I'm dropping things. So let's turn to Jeremiah chapter 18. I want to read the first few verses. The word which came to Jeremiah unto the Lord, saying, Arise
and go down to the potter's house, and there I will cause thee to hear my words. Then I went down to the potter's house, and behold, he wrought a work on the wheels, and the vessel that he made of clay was marred in the hand of the potter. So he made it again another vessel, as seemed good to the potter to make it. Then the word of the Lord came unto me, saying, O house of Israel, cannot I do with you as with this potter, saith the Lord? Behold, as the clay is in the potter's hand, so are you in my hand, O house of Israel. At what instant I shall speak concerning a nation and concerning a kingdom, to pluck up and to pull down and to destroy it. If that nation against whom I have pronounced turn from their evil, I will repent of the evil that I thought to do unto them. At what instant I shall speak concerning a nation and concerning a kingdom, to build and to plant it, if it do evil in my sight, that it obey not my voice, then I will repent of the good wherewith I said I would benefit them. So you have to understand this passage in the context of Israel as it's written here. But it really applies to the New Testament and the Old Testament. God is showing Jeremiah a vision of the potter who is making a vessel. Imagine a potter on the wheel. He's making a vessel, and as he was making this vessel, it kind of just broke in his hand. And then the potter kind of reformed that lump of clay and made it into another vessel. Okay, this is, and I'll come back to this. This ties to the first chapter of Jeremiah, where God told Jeremiah that before I formed thee in your mother's womb. So it's in two key words. Because before I formed thee, that means God is the one who formed Jeremiah. And I knew thee. That I knew, just like he said about Paul, I knew Paul before he became a persecutor. I formed him in the belly. And he was sanctified. So here though, in Jeremiah chapter 18, he's saying like Israel, he was making a vessel, but he said, so it broke and he made another vessel, right? So he's saying that if a nation who I intended to be just like he talks about the Pharaoh in Romans chapter 9. These are all very hard concepts to understand. Okay, I'm not saying I fully understand it. But it says in Romans chapter 9 that God had fit the Pharaoh as a vessel of wrath, of destruction. And he used the Pharaoh, who was a vessel of wrath, to bring glory to the name of God. Okay? So we, as Gentiles, were this vessel of wrath and destruction. And God, as He made that vessel, we were that vessel. Okay? We were the Gentiles who were fitted for wrath and destruction. But it says, as it says here, if any nation, they turn away from the evil that I thought to do them, because they made this vessel, God made this vessel, and that vessel would have been headed for destruction unless it repented. So just like that. So then that is like the vessel who broke in his hands and he remade it into a vessel of honor. So the vessel of destruction, if you'll bear with me, if it repents, God remakes it into a vessel of honor that He will bring into His great big house, which I'll read about in a minute. Okay, so you all with me? So we were Gentiles who were vessels of destruction. But God, in His mercy, because of the great plan through the blood of Christ, reformed us because we repented, as it says here in Jeremiah 18. Repented, and He made us a vessel of honor and brought us into His great house. Okay?
it also says, and I believe this is talking to Israel, but if there's a nation who I wanted was a chosen vessel, if it do evil in my sight, I will pluck it out. I will repent of the good that I thought to do them. That he will change his mind if that vessel did not repent. And he would change his mind. Maybe that is a vessel also that broke in his hand and he reforms it to something else. I'm not going to go into that topic. As I said, there's a lot of theological debate you could have about it, but that's not what I want to focus on. Is after we were reformed by God as a vessel of honor and placed in this great house, God has a purpose that he had for our lives, for his use. And that's what Jesus is saying to Ananias about him, about Paul, that he is a chosen vessel unto me to bear my name unto the Gentiles. So you have to think for yourself and you have to wonder, what if Paul, even though when he saw this vision of Christ, he refused to hear the voice of Christ? And many of us, when we have not seen, might not have seen such a vision, right? And heard a direct voice from God. But many of us had the revelation of Christ in our heart and we came to this way and we became a disciple of Christ, right? And God reformed us into a vessel of honor from the vessel of destruction. And he brought us into his house. But that choice is still ours, I believe. God did not bring us into this covenant with him by force. He did not bring us into this covenant with him by coercion, by against our will. We chose this way. But God still spoke to us and gave us, even though we were a vessel, if you remember, the vessel that was one for destruction, in his mercy, he spoke to that vessel to see if it will repent. And because that vessel responded to the call like us, he chose to remake us, right? So the question is, did we make that choice to follow him? And so if we did, let us turn to, I'm going to read a couple of verses real quick. Bear with me, I'm reading a lot of verses today. 1 Thessalonians chapter 4, verse 3 to 5. And then I'm going to read 2 Timothy chapter 2, verse 2 and 21. So 1 Thessalonians 4, 3 to 5. For this is the will of God, even your sanctification, that you should abstain from fornication, that every one of you should know how to possess his vessel in sanctification and honor, not in the lust of concupiscence, or that means evil desires and lusts and passions, even as the Gentiles which know not God, or like the Gentiles who are fit for destruction. Okay? And now, 2 Timothy 2, verse 20 and 21. But in a great house there are not only vessels of God and of silver, but also of wood and of earth, but some to honor and some to dishonor. If a man therefore purge himself from these, he shall be a vessel unto honor, sanctified and meet for the master's house, prepared unto every good work. So this is not a question of whether you are a chosen vessel placed in the house. Okay, there in the house itself, that this is the kingdom of God, in the family of God, that the vessels that are headed for destruction are not in the house. This is speaking to the believers who are in the house of God, that were either for honor or for dishonor. How do we bring honor or dishonor to God? How do you bring dishonor or honor to your family's name? Right? If we act contrary to who we are, if we do things that continue to bring embarrassment to ourselves or employers,
right, in a worldly way, we bring dishonor. So it's not a question that I work for a certain company, right? I am part of that company. But if in my position with the company, if I do things that bring shame or dishonor to that company, I am like a vessel that is of dishonor. But if I do things that bring honor to that company, I am a vessel of honor, right? So this is not a question of this is not talking about vessels that are outside the house of God, right? So because this is so important, this is talking about vessels that are already in the house of God. And the question is, there's so many vessels, gold and silver, wood and earth, some to honor, some to dishonor. After we have been brought into the house of God, as we read in Thessalonians, have we followed the desire of God, which is of sanctification, to abstain from the lusts of this world, to be cleansed, so that we are not following what we were called from. We are not resisting the call of God to be used for His purpose. And this is why He called us, so that He can use us to bring glory. Just like the Pharaoh we talked about, who was outside the house of God, right? He was part of a kingdom that was contrary to the nation that he called, and that vessel of destruction God used to show His wrath so His name may be glorified, right? So He brought, but we were outside the house of God and brought into the house of God, and we now have an obligation or a choice to make. Will we bring honor or dishonor to His name? Will we cleanse ourselves from lusts and all the things that are contrary to God? And will we submit ourselves? Just like I said, Paul had a choice. Everybody had a choice. When he spoke to Jeremiah in Jeremiah chapter 1 verse 5, he said, "Before I formed thee in the belly, I knew thee. Before thou camest forth out of the womb, I sanctified thee. I ordained thee a prophet unto the nations." And then Jeremiah said, "Our Lord God, behold, I cannot speak, for I am a child." So God said, "Say not, I am a child." My time is going fast. I'll invite the worship team to come up. "Say not, I am a child, for thou shalt go to all that I shall send thee. Whatsoever I command thee, thou shalt speak." So Jeremiah could have said, "God, I am too afraid." Like Moses, he was afraid because he said, "I stutter." He could have resisted the call of God. The question is, are we resisting the call of God for the purpose that He called us? What are we going to do with our lives? What choice will we make with our lives? In Hebrews chapter 12, verse 25 and 26 and 27 says, "See that you refuse not him that speaketh. For if they escaped not who refused him that spoke on earth, much more shall not we escape, if we turn away from him that speaks from heaven, whose voice then shook the earth, and now he has promised, saying, Yet once more I shake not the earth only, but also heaven." And this word, "yet once more," signifying the removing of those things that are shaken, as of things that are made, that those things which cannot be shaken may remain. Wherefore, we receiving a kingdom which cannot be moved, let us have grace, whereby we may serve God acceptably with reverence and godly fear. For our God is a consuming fire. If, as I have been saying, God is speaking to each one of us to be a vessel of honor, to be used completely for whatever He intends in our lives, whatever that may be. See that you do not refuse the voice that is speaking to you, as you can be a vessel of honor. I know as I am saying this, I am reminded of Pastor Bond, who gave his whole life to serve the poor and needy, the ones that had nobody. And I've spoken to him many times. I was struck by his meekness, his humility, and how he loved this church. He was very encouraged by our love and our support.
he loved when we came to our meetings, how we prayed, and he was just really impacted by that. Anyways, he gave his whole life for whatever choice he had, he gave it up to serve the poor and needy. And as you all know, he's been suffering from COVID the last month, and he had taken a turn for the worse. And this morning, just a few minutes before I came up here, I got the news that he went to be with the Lord this morning. I know that God was with him, is with his family, and that he is with his master this morning. If anything we can take away from his life, let us understand the voice and the call of God upon each one of our lives. What will we choose? Will we choose to be a vessel of honor or of dishonor? Will we choose to glorify the name of God? That we'll use every effort, every energy we have to serve him in whatever way he calls us. May his name be glorified. Thank you for that word, Joe. And as a church, we'll continue to keep Pastor Vaughn's family in prayer. And we are thankful for just the impact he had and the heart that he had for that ministry. And we know that he's resting in God's presence now. We will go ahead and read Psalm 77. I'll just go ahead and read that, Psalm 77. I cry aloud to God, and he will hear me. In the day of my trouble, I seek the Lord. In the night, my hand is stretched out and without wearying. My soul refuses to be comforted. When I remember God, I moan. When I meditate, my spirit faints. You hold my eyelids open. I am so troubled that I cannot speak. I consider the days of old, the long years ago. I said, let me remember my song in the night. Let me meditate in my heart. Then my spirit made a diligent search. Will the Lord spurn forever and never again be favorable? Has his steadfast love forever ceased? Are his promises at an end for all time? Has God forgotten to be gracious? Has he in anger shut up his compassion? Then I said, I will appeal to the years of the right hand of the Most High. I will remember the deeds of the Lord. Yes, I will remember your wonders of old. I will ponder all your work and meditate on your mighty deeds. Your way, O God, is holy. What God is great like our God? You are the God who works wonders. You have made known your might among the peoples. You with your arm redeemed your people, the children of Jacob and Joseph. When the waters saw you, O God, when the waters saw you, they were afraid. Indeed, the deep trembled. The clouds poured out water. The skies gave forth thunder. Your arrows flashed on every side. The crash of your thunder was in the whirlwind. Your lightnings lighted up the world. The earth trembled and shook. Your way was through the sea, your path through the great waters, yet your footprints were never seen. You led your people like a flock by the hand of Moses and Aaron. Something I've thought about recently, and it's nothing profound, is just how little it takes for our lives to be shaken or caught off guard. Yet we know that none of it surprises or scares God. And just as Alan mentioned 2 weeks ago, all it took was a virus and just political unrest for many of us to forget that God is on the throne. But that's why verses like this are so vital to our walk, so that we can remind ourselves of what he's done. As we see in verses 11 through 14, I will remember the deeds of the Lord. Yes, I will remember your wonders of old. I will ponder all your work and meditate on your mighty deeds. Your way, O God, is holy. What God is great like our God? You are the God who works wonders. You have made known your might among the people. And we read about these wonders in verses 15 through 20. It was his arm that redeemed the people. The waters saw him. The waters were afraid. The deep trembled. The clouds poured out water. The skies gave forth thunder. Arrows flashed on every side. And then it goes on. But these are just a small fraction of God's wonders. And most importantly, we have to remember that he gave his son wrapped in flesh to breathe the air that we breathe,
to eat the food that we eat, to understand every hurt and pain imaginable. And it's important to remind ourselves of this daily. And I'm saying this a lot for the kids that are listening too, because I was telling the team, I remember when I was a kid, I would continue to hear the same stories all over and over again. And I would think, why do we keep hearing this? But it is so important and crucial for our faith to continue to hear this beautiful gospel and this beautiful salvation story, because when we lose sight of that, that's when we start to sink. That's when we start to give in to all the troubles, all the dangers of this world. And it's just in our nature to forget and fixate on whatever mountain is before us. And I think we become fearful when we become forgetful. But as it says in Psalm 103, bless the Lord and forget not all his benefits. So as we go into just this short time of worship, wherever you are, just take some time to meditate on all that he has done in your life. It doesn't take more than a few minutes, but just that little bit of reflection on his deeds, on his glorious wonder in our life, and then what we see in Scripture, just those few moments, that's what uplifts our spirit. That's what reminds us that God is good, that he is sovereign, that he is faithful. So, Lord, I pray that we don't forget your goodness, Lord. I pray that we would focus on you, that we wouldn't take our eyes off you, Lord. Lord, I ask that we would remember that you are our light, you're our salvation, and we have nothing to fear, God. Whatever this year might hold, Lord, we trust in you, Lord. Some trust in chariots, some trust in horses, but Lord, we trust in your name. So whether we are young or old, Father God, I ask that we would not neglect reflecting on what you've done in our lives, Lord. You are good, Father. You are holy. You are perfect. Of God has reached for me and pulled me from the raging sea, and I am safe on this solid ground. The Lord is my salvation. Help me scale these walls. I'll see the dawn of the rising sun. The Lord is my salvation. Who is like the Lord our God, strong to save, faithful in love? My debt is paid and the victory won. The Lord is my salvation. My hope is hidden in the Lord. He flowers each promise of his word. When winter fades, I know spring will come. The Lord is my salvation. Yeah. Who is like the
Glory be to God the Father. Glory be to God the Son. Glory be to God the Spirit. The Lord is our salvation. Yeah. Glory be to God the Father. Glory be to God the Son. Glory be to God the Spirit. The Lord is our salvation. Who is like the Lord our God? Strong to save, faithful in love. My debt is paid and the victory won. The Lord is my salvation. Who is like the Lord our God? Strong to save, faithful in love. My debt is paid and the victory won. The Lord is my salvation. The Lord is my salvation. The Lord is my salvation. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Where sin runs deep, your grace is more. Where grace is found is where you are. And where you are, Lord, I am free. Holiness is Christ in me. Where you are, Lord, I am free. Holiness is Christ in me. Oh, Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. So teach my song to rise to you. When temptation comes my way, cannot stand, I'll fall on you. Jesus, you're my hope and stay. Teach my song to rise to you. When temptation comes my way,
When I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every hour I need you. You're my one defense, my righteousness. Oh God, how I need you. Lord, I need you. Lord, I need you. Oh, Lord, every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, you're my one defense, my righteousness. Oh God, how I need you. You're my one defense, my righteousness. Oh God, how I need you. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വിശുദ്ധ ആരാധനയിൽ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ആത്മാവിൽ പാടി ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാനും കർത്താവ് നമുക്ക് അവസരം തന്നു. പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്ത വിവിധ വിധങ്ങളെക്കുറിച്ചാണല്ലോ ഇന്ന് രാവിലെ നാം കേട്ടത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ട ദൈവം, പ്രൈസ് ഗോഡ്, മാനപാത്രമായി തന്നെ രൂപാന്തരപ്പെടുത്തി അത്ഭുതകരമായ ദൈവസഭയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച മാനസാന്തരത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ചരിത്രമാണ് പൗലോസിൻ്റെ ചരിത്രം. കർത്താവിന് വേണ്ടി മാനപാത്രമായി മാറുവാൻ ദൈവം അവനെ ഉടച്ചു വാർത്ത വിധങ്ങളെക്കുറിച്ച് നാം ഇന്ന് രാവിലെ കേട്ടത്. ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന സന്ദേശം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. If you turn your Bible with me to the book of Mark, chapter 5, verse 36. It's a very familiar scripture portion and a very simple message as we entered into the year 2021, the new year, and we are in the beginning weeks of year 2021. നാം ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളായിരിക്കുന്നത്. 2021 വളരെ മനോഹരമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് ദൈവാനുഗ്രഹം നമ്മുടെ മേലുണ്ട് എന്നുള്ളതാണ്. പുറമെയുള്ള കണ്ണുകൊണ്ട് കണ്ടാൽ കാണുന്ന അനുഗ്രഹമല്ല ദൈവാനുഗ്രഹം. If you look with your external eyes or the naked eyes, you cannot see the real blessing of the Lord. But if your inner eyes is enlightened, you will be able to comprehend God's plan and purpose about a fresh new year. അകക്കണ്ണ് തുറന്നവർക്ക് ദൈവാനുഗ്രഹം എന്താണെന്ന് കാണുവാൻ കഴിയും. നാം കഴിഞ്ഞ വർഷത്തിൻ്റെ ചിന്തകളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ വളരെ സാവകാശം ഇന്ന് രാവിലെ നാം ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. മാനവ ചരിത്രത്തിൻ്റെ ചിന്താഗതികളെ സാമ്പത്തിക സാമൂഹിക ഒക്കെ അടിത്തറകൾ ഇളക്കി മറിച്ച ഒരു വർഷമായിരുന്നു 2020. പുരോഗമിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങൾ പെട്ടെന്ന് പിന്നോക്കം പോയ ഒരു വർഷമായിരുന്നു. നാം അഭിമാനം കൊണ്ടിരുന്ന ആരോഗ്യ മേഖലകൾ അത് തകർച്ചയുടെയും ലജ്ജിച്ച് തലതാഴ്ത്തുന്നതും വർഷങ്ങളായിരുന്നു 2020. എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയായി COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് നിമിത്തം രാജ്യങ്ങളെല്ലാം അതിൻ്റെതായ മുന്നോട്ടുള്ള ഗതിയിൽ നിന്ന് വളരെ മന്ദം പുറകോട്ട് കടന്നു വന്നിട്ട് ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് ആലോചിച്ച് തല പുകയുന്ന വർഷങ്ങളായിരുന്നു. നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ ഏകദേശം 80 മില്യണോളം ആൾക്കാർ ഈ രോഗത്താൽ ഭാരപ്പെടുകയും ഏകദേശം 1.8 മില്യൺ ആൾക്കാർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആത്മീക സഭകളുടെയും ദൈവസഭകളുടെയും ചരിത്രവും വ്യത്യസ്തമല്ല. ദൈവസഭകളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളും ഒക്കെ നഷ്ടപ്പെട്ട വർഷമാണ് 2020. വീട്ടിലെ പ്രാർത്ഥന മുതൽ ജനറൽ കൺവെൻഷൻ വരെയും ഓൺലൈനിൽ കാണുവാനാണ് നമുക്ക് അവസരവും ഭാഗ്യമുണ്ടായത്. ആൾക്കൂട്ടത്തിൻ്റെ എണ്ണം പറഞ്ഞ് അഭിമാനം കൊണ്ടവർ എങ്ങനെ ആൾക്കൂട്ടത്തെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പെടാപ്പാട് പെടുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. പരസ്പരം കാണാതെയും കേൾക്കാതെയും ബന്ധങ്ങളുടെ ദൃഢത നഷ്ടപ്പെട്ടു.
So when we see each other having fellowship together only, we will grow in faith, we will grow in our fellowship. But the last year, we lost our fellowship. And I want to make this moment an opportunity to speak to that now. We need to grow together in unity by we are to bind together with the divine bond of love. കാണുന്നേം കേൾക്കുമ്പോഴുള്ള സ്നേഹം മാത്രമല്ല, ദിവ്യ സ്നേഹത്താൽ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് ദൃഢതയുണ്ടാകുന്നത്. ആദം മരത്തിന് പുറകിൽ ഹവ്വയും കൂടെ ഒളിച്ചിരുന്നത് പോലെ ഒരു മാസ്കിന് പുറകിലേക്ക് മനുഷ്യൻ ഒളിച്ചുപോയ വർഷങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ 2021 എന്ത് സംഭവിക്കാമെന്നുള്ള ആകുല ചിന്ത മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴേയുണ്ട്. So when you talk with the people, they will speak about what's going to happen in 2021. Everything is in chaos. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. രോഗം പുതിയ രൂപത്തിലേക്ക് വന്നിട്ട് അതിൻ്റെതായ കോൺസിക്വൻസ് ആൾക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എന്തായിത്തീരും? പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടുവാൻ സാധ്യതകളുണ്ടോ? ഇതൊക്കെയാണ് മനുഷ്യർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സഭകളുടെ ഭാവി ഓർത്ത് ലീഡേഴ്സ് ആകുല ചിന്തരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂടി വരുവാൻ പറ്റും? കൂട്ടും കൂട്ടായ്മയും ഇനി ഉണ്ടാകുമോ? എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 2021 ആരംഭ ആഴ്ചകളിൽ എന്ത് മെസ്സേജാണ് പാസ്റ്റർ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും 2021 പറഞ്ഞ് നിങ്ങളെ വ്യാമോഹിപ്പാനൊന്നും എനിക്ക് താല്പര്യമില്ല. കുറേ വാഗ്ദാനങ്ങൾ തന്ന് year 2021 is going to be a blessed and prosperous year, you are going to enjoy it. I'm not going to give any promise like that. അങ്ങനെ ഒരു വാഗ്ദാനം ഒന്നുമല്ല ഈ വർഷം നിങ്ങൾക്ക് എനിക്ക് തരുവാനുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, എവറി ബ്ലെസ്സിങ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് വാട്ട് വി ആർ സീയിങ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. അവർ റിയൽ ബ്ലെസ്സിങ് ഈസ് കമ്മിങ് ഫ്രം എബോവ്, ദാറ്റ് ഈസ് സ്പിരിച്വൽ ബ്ലെസ്സിങ്. അത് നമ്മുടെ ആത്മീക അനുഗ്രഹമാണ്. അത് കാണുകയും തിരിച്ചറിയുകയും ചെയ്യണം. നാളെ എല്ലാം ശരിയാകുമെന്നൊരു ആവേശമല്ല ഇന്ന് പകൽക്കാലം നമുക്കുള്ളത്. അപ്പോൾ തന്നെ എല്ലാ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തിന് നമ്മോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. Even in the midst of every calamities, every pain, every chain, every agony, every turmoil, every obstacles and hurdles that we face in our life, God has a true message for each and every child of God. ദൈവ മക്കളോട് പറയുവാൻ ദൈവത്തിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്നാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നാം കാണുന്ന കേൾക്കുന്ന കഴിഞ്ഞുപോയ കാലങ്ങളിലെ പ്രതിസന്ധികളും നാം അഭിമുഖീകരിച്ച വൈഷമ്യ ഘട്ടങ്ങളെയും ഓർത്ത് വ്യാകുലപ്പെടാതെ, ഭയപ്പെടാതെ, ആകുലചിത്തരായിരിക്കാതെ we just ignore it. ഹല്ലേലൂയ. നാം അതിനെ കാര്യമാക്കണ്ട, ഗൗനിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. Praise God. Don't worry about what's happening in and around you. Don't worry about what the people are talking about. Just ignore it, because God has a greater and hallelujah, much greater plan and purpose about our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പ്ലാനുകളും പദ്ധതികളും ഉള്ളതുകൊണ്ട് ഇന്ന് കാണുന്ന കണ്ട ഹല്ലേലൂയ വിഷയങ്ങളെ ഓർത്ത് നാം വ്യാകുലപ്പെടേണ്ട. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട. ഇതാണ് ഇന്ന് രാവിലത്തെ മെസ്സേജ്. അത് കാര്യമാക്കേണ്ട. നാം ഒരു ചിന്ത അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മർക്കോസ് 5-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 36. But ignoring what they said, Jesus said to the ruler of the synagogue, do not fear, only believe. Look at that, the first word, but ignoring what they said. അവർ പറഞ്ഞത് യേശു കാര്യമാക്കിയില്ല. Praise God. അതിൻ്റെ താഴെയുള്ള ഭാഗം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന ഒരു പ്രസംഗം ചില നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ ചെയ്തത് ഓർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് നാം ഹല്ലേലൂയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജീസസ് ജസ്റ്റ് ഇഗ്നോർഡ് വാട്ട് ദ പീപ്പിൾ സെഡ്. ലോകം പറഞ്ഞത് ദൈവം കാര്യമാക്കിയില്ല. അതെ, ഇന്ന് രാവിലെ നമ്മോടുമുള്ള സ്വർഗീയ സന്ദേശം അതാണ്. ജസ്റ്റ് ഇഗ്നോർ വാട്ട് ദ പീപ്പിൾ സേ അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് ലോകം പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നത്, ലോകം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്, ആശങ്കയിൽ കൊണ്ട് നിങ്ങളെ എത്തിക്കുന്ന കാര്യങ്ങളെ കേട്ടിട്ട് നിങ്ങൾ തലപുണ്ണാക്കണ്ട. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. നിങ്ങൾ അത് കാര്യമാക്കണ്ട. മർക്കോസ് 5-ാം അധ്യായത്തിൽ പ്രധാനമായ 3 അത്ഭുതങ്ങളുടെ ചിത്രമാണ് നാം കാണുന്നത്. Especially when Jesus' ministry was on the face of the earth for the 3.5 years,
he demonstrated 5 types of miracle, or we can call that he exercised the 5 categories of his authority when he was doing his ministry. 5 തരത്തിലുള്ള അധികാരങ്ങളാണ് ശുശ്രൂഷയിൽ കൂടി യേശു വെളിപ്പെടുത്തിയത്. Does it mean that he was only limited with the 5 authorities? യേശുവിന് 5 അധികാരം ഉള്ളെന്നല്ല പറഞ്ഞു വന്നത്. At the end of his ministry or end of his ascension to heaven, he promised to his disciples that all authority in heaven and earth is given unto me. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. That means all authority in heaven and earth is given unto Jesus. സ്വർഗത്തിലും ഭൂമിയിലും എന്തൊക്കെ അധികാരമുണ്ടോ, വാഴ്ചകളുടെ മേലും കർത്തൃത്വങ്ങളുടെ മേലും സകലത്തിൻ്റെ മേലും, മരണ പാതാള പുനരുത്ഥാന സകലത്തിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ട്. അപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രി ഫോക്കസ് ചെയ്തിരുന്നത് 5 അധികാരങ്ങൾ ആയിരുന്നു. ഒന്ന്, ഹി ഹാഡ് അതോറിറ്റി ഓവർ ദ സിൻ. പാപത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ഹല്ലേലൂയ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, മകളെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു ജനങ്ങൾ അല്ലെങ്കിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ അവനെ കുറ്റം വിധിച്ചതിൻ്റെ കാരണം they believe that no one except God cannot forgive the sins of the man. മനുഷ്യൻ്റെ പാപം മോചിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കും അധികാരമില്ല. So Jesus proved that in Matthew chapter 9 verse 6 that the Son of Man had given authority to forgive the sins of the men. മനുഷ്യപുത്രന് അല്ലെങ്കിൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. Number 2, he got authority upon the nature. യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുമ്പോൾ നാം അത് വെളിപ്പെട്ട് കിട്ടുകയാണ്. 3, he has authority upon the sickness. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു. he has authority upon the Satan. യേശുവിന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു. he has authority upon the death and grave. യേശുവിന് മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 3 അധികാരങ്ങളാണ് ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു വെളിപ്പെടുത്തിയത്. The first portion speaks about a man was possessed with the demon, especially the name of that demon, a club of demons named as Legion. A group of demon was possessed upon a man. ഒരു മനുഷ്യന്റെ മേൽ ലെഗിയോൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ദുരാത്മാക്കൾ ബാധിച്ചിരുന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. യേശു അവനെ സൗഖ്യമാക്കുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാത്തവണ്ണം he was chained, he was bound, and he was living in tombs. He used to break his bonds and screaming throughout the city. He was a terror to all the community. But when Jesus stepped into this territory, he cast out the demon and released him from the clutches of the demon, and he was a free man and willing to be with Jesus, and he became a proclaimer of the miracles of Jesus Christ throughout the region of Decapolis. യേശു അവൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനെ സൗഖ്യമാക്കിയപ്പോൾ ദെക്കപ്പോലി പട്ടണം മുഴുവൻ യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷിയായി അവനെ മാറ്റുവാൻ ദൈവത്തിന് കരുണ അവിടെ വെളിപ്പെട്ടു. ഇതാണ് മർക്കോസ് 5-ാം അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം. 2-ാം ഭാഗത്തിലേക്കാണ് നമ്മുടെ ചിന്തകളിലേക്ക് വരാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. 2-ാം ഭാഗം മാർക്ക് ചാപ്റ്റർ 5 അതിൻ്റെ 21 മുതൽ 41 വരെ ഒരു സംഭവമാണ്. അതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. സ്തോത്രം ഹല്ലേലൂയ, ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരു മരിച്ച ഒരു കുഞ്ഞിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ആ വിഷയത്തിൻ്റെ അല്പം കൂടെ വിശദീകരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഭയമാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. Now the people are in fear all over the world. Hallelujah. Even the believers are going through fear. But we need to understand that the fear that is bringing by enemy to destroy our faith. നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയാണ് പിശാച് നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടിടുന്നത്. The most greatest and powerful weapon ever devil tried to destroy the people of God, that is fear or the disappointment and discouragement. നിരാശയും നിരുത്സാഹവും ഒക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒടുവിൽ നമ്മളെ ഭയത്തിൽ കൊണ്ടെത്തിച്ചാണ് നമ്മുടെ വിശ്വാസത്തിൽ പിശാച് നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ദൈവമക്കളെ ഹല്ലേലൂയ, എപ്പോഴും ഓർക്കണം ഹല്ലേലൂയ, ഭയം കടന്നു വരുന്നത് 2 രീതിയിലാണ്. The 2 ways the fear enter into our life. Number 1, by hearing.
നാം കേൾക്കുന്ന കാര്യങ്ങൾ നിമിത്തമാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. When we hear something that unusual things, that fear come to our life. നാം പലപ്പോഴും പലതും കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. പ്രൈസ് ഗോഡ്. അല്ലെ, ഒന്നാമതായിട്ടല്ലേ നമുക്ക് പല ചരിത്രം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശത്രുവിൻ്റെ വാക്കും ശത്രുവിൻ്റെ കത്തും ശത്രുവിൻ്റെ ഇടപാടുകളും ഒക്കെ കാണുമ്പോൾ അത് കേട്ട് മനുഷ്യർ ഭയപ്പെട്ടിട്ടുണ്ട്. മോശ കരുത്തനായിരുന്നു. Till the age of 40, he was a strong man. He having so powerful physically, he was fit to do anything. He tried to do many things with his own ability. He was a strong man. വളരെ ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. When he tried to save the people of Israel, by the strength of his hand, he killed a man and buried in the sand. When that news was become so known to all the people in the city, and he heard that Pharaoh also came to know about this. ഫറവോനും ഈ വാർത്ത കേട്ടുവെന്ന് മോശ അറിഞ്ഞപ്പോൾ മോശ ഭയപ്പെട്ട് മിദ്യാനിലേക്ക് ഓടിപ്പോയി എന്നാണ് വായിക്കുന്നത്. നോക്കൂ, മോശയെ ഭയപ്പെടുത്തിയത് എന്താണ്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫറവോൻ തന്നെ കൊല്ലുമെന്നുള്ള വാക്ക് കേട്ടപ്പോൾ കരുത്തനായ മോശ ഭയപ്പെട്ടു പോയി. ഭയം കേൾവിയാൽ കടന്നു വരുന്നു. ഏലിയാവ് കരുത്തനായ മനുഷ്യനല്ലേ? We are so familiar with the story of Elijah, a man standing on the top of the Mount Carmel, praying and crying and bringing the fire down, and he is able to open the heavens to bring out the great showers that was holding for last 3.5 years. 3.5 വർഷക്കാലം അടഞ്ഞു കിടന്ന മഴയൊക്കെ പ്രാർത്ഥിച്ചിറങ്ങുന്നു. The one who is able to run before the chariots of Elijah. ഏലിയാവിൻ്റെ രഥങ്ങൾക്ക് മുമ്പാകെ ഓടുവാൻ കരുത്തുള്ളവന്, ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പാകെ ഓടുവാൻ കരുത്തുള്ള ഏലിയാവാണ്. But when he heard that Jezebel said that I'm going to take your head by this time tomorrow, നാളെ ഈ നേരത്ത് നിന്റെ കഴുത്തെടുക്കുമെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടു മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനെയാണ് നാം കാണുന്നത്. അതെ, ഭയം കേൾവിയാലാണ് കടന്നു വരുന്നത്. ഏത് കരുത്തനും ഒരു വാർത്ത കേട്ടാൽ ഭയപ്പെട്ടു പോകും. കരുത്തനായ ദാവീദ് 40 വർഷം ഇസ്രയേലിനെ അഭിമാനത്തോടെ ഭരിച്ച ദാവീദാണ്. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ മുമ്പിൽ അവൻ ഭയപ്പെട്ടിട്ടില്ല. സിംഹത്തിന്റെ മുമ്പിൽ ദാവീദ് ഭയപ്പെട്ടിട്ടില്ല. കരടി അലറി വന്നപ്പോൾ താൻ ഭയപ്പെട്ടിട്ടില്ല. He was never afraid about the things that happened in his life. But when he heard that Saul is searching for him, so to kill him, തന്നെ കൊല്ലുവാൻ ശൗല് നോക്കുന്നു എന്ന് കേട്ടപ്പോൾ ദാവീദ് ഭയപ്പെട്ടു പോയെന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. We know the story of Jehoshaphat, a great man of God, great servant of God, one of the blessed king in the history of Judah. യഹൂദയുടെ ചരിത്രത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു യഹോശഫാത്ത്. When he heard that the Moabites, Ammonites and all the Gentile kings came together to war against him, he got afraid. എല്ലാ ജാതീയ രാജാക്കന്മാരും തനിക്ക് നേരെ എന്ന് വന്നു എന്ന് കണ്ടപ്പോൾ യഹോശഫാത്ത് കേട്ട് ഭയപ്പെട്ടു പോയി. അതെ ദൈവമക്കളെ, ഒന്ന്, ഭയം കേൾവിയാൽ കടന്നു വരും. 2, ഭയം വരുന്നത് when we get into fear but by seeing what we see. നാം കാണുന്ന കാര്യങ്ങളാൽ ഭയം കടന്നു വരും. ശിഷ്യന്മാർ ഹല്ലേലൂയ കാറ്റും തിരമാലയും കണ്ട് പേടിച്ചു എന്നാണ് വായിക്കുന്നത്. When they saw the winds and wave, they began to be afraid. അവർ ഭയപ്പെടാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ തീരത്ത് നിൽക്കുകയാണ്. ഫറവോന്റെ സൈന്യത്തിന്റെ രഥം കണ്ടപ്പോൾ, പിന്നാലെ വരുന്ന ഫറവോന്റെയും കൂട്ടരെയും കണ്ടപ്പോൾ അവർ ഭയപ്പെട്ട് മരണഭീതിയിലായി എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. So we heard that the fear comes through hearing and fear comes through seeing. കാഴ്ചയാലും കേൾവിയാലും ഭയം വരുമ്പോൾ at the same time the faith also come by what we see and what we hear. നാം കാണുന്നതും കേൾക്കുന്നതിനാലുമാണ് വിശ്വാസവും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. അപ്പോൾ വിശ്വാസം വരുന്നത് എന്ത് കേൾവിയാലാണ്? Hallelujah. When you get into fear because of the words of the men and enemies, when you get into fear because of the things you are seeing around, the same time we are getting into deeper and growing, hallelujah, in the faith by hearing of the word of God. ദൈവവചന കേൾവിയാലാണ് നാം വിശ്വാസത്തിൽ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. റോമർ 10:17 നമുക്ക് ഫെമിലിയർ സ്ക്രിപ്ചറാണ്, അല്ലെങ്കിൽ സുപരിചിതമായ വാക്യമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. Faith comes by hearing and that hearing comes by the
വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നു വരുന്നത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദിസ് agony, in the midst of all these challenges of the enemy, if you are ready to heed the voice of God, if you are ready to go through the messages that we are hearing over and over, or you are ready to read the word of God, stand in the presence of God, kneel down and cry and open your ears for the voice of God, and God will fill your heart with the faith. ഹൃദയത്തെ ദൈവം വിശ്വാസം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. എന്തെങ്കിലും കേട്ട് ഭയപ്പെട്ടാൽ അതിനെ അതിജീവിക്കുന്ന വിശ്വാസം ദൈവവചനത്താൽ ഇന്ന് പകൽ ദൈവം നമുക്ക് തരും. വളരെ സാവകാശം നമ്മൾ ചിന്തിക്കണം. അല്ല, ഇതുവരെ നാം കേട്ടത് ഭയപ്പെട്ടത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഭയപ്പെട്ടവരെയാണ്. പ്രൈസ് ഗോഡ്. ദൈവവചനം കേട്ട് അവരെങ്ങനെ ആ വിശ്വാസത്തിൽ വളർന്നേം കൂടെ നമുക്ക് നോക്കണ്ടേ. We heard about Moses, he was fearful. We heard about Elijah, we heard about Jehoshaphat and David, then when they were afraid because of the words of the enemy. അതേ വ്യക്തികളെ വിശ്വാസത്തിൽ എങ്ങനെ ദൈവം ഉറപ്പിച്ചത് അതും കൂടെ നാം അറിയണ്ടേ. പ്രൈസ് ഗോഡ്. മോശയോട് ഭയപ്പെട്ട മോശയോട് മിദ്യാനിൽ വെച്ച് ദൈവം എന്താ പറഞ്ഞത്? He was afraid of the Pharaoh and he ran away. And now he almost 40 years passed. At the age of 80, God appeared to him near the burning bush. What was the message God gave to him? I made you God over Pharaoh. ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്തിനെ ഭയപ്പെട്ടോ അതിൻ്റെ മുകളിലാണ് നിന്റെ സ്ഥാനമെന്ന് ദൈവവചനം മോശയോട് സംസാരിച്ചു. നമ്പർ 1, we need to know our position. നമ്മുടെ നില അറിയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ശത്രുവിനെ ഭയപ്പെടത്തില്ല. Praise God. Moses, you need to understand that, you know. You may be away from the land of Egypt for 40 years. You may not be getting any news, fresh news from there. You are a shepherd now. You are holding only a staff in your hand. You are confined in the four walls of a small hut. But you need to understand, you are over Pharaoh. നീ ഫറവോൻ്റെ മുകളിലാണെന്നറിയണം. നമ്മുടെ നില ഇന്ന് രാവിലെ അറിഞ്ഞാൽ, നമ്മുടെ നിലവാരം അറിഞ്ഞാൽ, ദൈവസന്നിധിയിലെ നമ്മുടെ സ്ഥാനം അറിഞ്ഞാൽ, ഫറവോൻ്റെ മുകളിൽ ഒരു നാമമാണ് നീ വിളിച്ചിരിക്കുന്ന നാമം. നീ ഫറവോന് ദൈവമാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫറവോൻ്റെ മുകളിലാണ് അധികാരവും ചെങ്കോലും രാജ്യവും സംസ്കാരവും സമ്പത്തുമുള്ള ഫറവോനേക്കാൾ നീ എത്രയോ വലിയവനാണ്. കാരണം ബിക്കോസ് യു ആർ ചോസൺ ബൈ ഗോഡ്. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ തേജസ് കണ്ടവനാണ്, ദൈവത്തിൻ്റെ അഗ്നി കണ്ടവനാണ്, ദൈവത്തിൻ്റെ വിളി നിന്റെ മേലുണ്ട്. ഈ തിരിച്ചറിവ് നിന്റെ ഉള്ളിലെ ഭയം മാറ്റണം. ഹല്ലേലൂയ. ഏലിയാവേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ഭയപ്പെട്ട് ഓടുകയല്ലേ ഇസബേലിനെ? നീ need to understand that, no, your journey is too far great for you. നിനക്ക് ഏറിയ ദൂരം പോകാനുണ്ട്. Jezebel may try to make a limit for you, territory for you. She will say that within 24 hours every ministry is going to come to an end. But I have a message for you. A journey is too great for you. ഏറിയ ദൂരം പോകാനുണ്ട്. പ്രൈസ് ഗോഡ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് പ്ലാൻ ഇൻ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ പദ്ധതി അറിയുമ്പോൾ, മനുഷ്യൻ്റെ പദ്ധതി കേട്ട് ഭയപ്പെട്ടവർ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്നാൽ നമ്മുടെ ഭയം മാറും. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പദ്ധതി നാളെ കൊണ്ട് അവസാനിക്കും, 21 കൊണ്ട് അവസാനിക്കും, ഈ വർഷം കൊണ്ടെല്ലാം അവസാനിക്കും, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആയുസ്സിന് വില പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ചെവി കൊടുക്കണം. We need to understand the perfect plan of God. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഉള്ളിലെ ഭയത്തെ മാറ്റും. ദാവീദിനോട് പറഞ്ഞത് എന്താണ്? ദാവീദ് ശൗലിൻ്റെ വാക്ക് കേട്ട് പേടിച്ചോടുകയാണ്, എന്നെ കൊല്ലാൻ പോകുന്ന ശൗൽ. But what was the message God gave to David? Your soul, your life is so precious to me. നിന്റെ പ്രാണൻ എനിക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. I won't let soul to play with your soul. I won't let enemy to, hallelujah, come after you and make you down over here, to bury you over here. Your soul, your life is so precious in my hands. നിന്റെ പ്രാണൻ യഹോവയ്ക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. ശൗലേ അല്ല ദാവീദിന്റെ അന്ത്യം തീരുമാനിക്കുന്നത്. നിന്റെ പ്രാണൻ യഹോവയ്ക്ക് വിലയേറിയതാ. Praise God. We need to know how precious we are in the eyes of God. We need to know our position. We need to know the plan and purpose of God. And we need to know how precious we are in the eyes of God. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എന്ത് വിലയേറിയതാണ്. നമ്മുടെ മരണം പോലും ദൈവത്തിന് വിലയേറിയതാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ദാവീദ് 116-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഡെത്ത് ഓഫ് ഹിസ് സെയിൻസ് ആർ സോ പ്രഷ്യസ് ഇൻ ഹിസ് ഐസ്. തൻ്റെ ഭക്തന്മാരുടെ മരണം പോലും യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രൈസ് ഗോഡ്. യഹോശഫാത്തെ, നീ എന്താ കണ്ട് ഭയപ്പെട്ടത്? നീ കണ്ടും കേട്ടും ഭയപ്പെട്ടത്
ജാതീയ സൈന്യങ്ങൾ ഒരുമിച്ച് നിനക്കെതിരെ കടന്നു വരുന്നതാ. നീ ഭയപ്പെട്ടത് അവരുടെ ആക്രോശം കേട്ടതാണ്. ബട്ട് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു. ഡു നോട്ട് ബി അഫ്രൈഡ്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് ദൈവം യഹോശഫാത്തിനോട് ദൂത് പറഞ്ഞപ്പോൾ യഹോശഫാത്തിന്റെ ഭയം മാറി വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. We need to understand the power of God. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുമ്പോഴാണ് ഭയത്തിൻ്റെ മേൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്ന്, നാം എന്ത് കേട്ട് ഭയപ്പെട്ടോ അതിനെ തോൽപ്പിക്കുന്ന ഒരു വചനത്തിൻ്റെ സന്ദേശമുണ്ട്, കേൾവിയുണ്ട്. രണ്ട്, ഇഫ് വി ഹാവ് ഫിയർഫുൾ ബിക്കോസ് ഓഫ് സീയിങ് സംതിങ്, എന്തെങ്കിലും കണ്ട് ഭയപ്പെട്ടാൽ ദൈവം പുതിയതൊന്ന് ദർശനമായി നമ്മുടെ കണ്ണിന് മുമ്പിൽ തരും. പ്രൈസ് ഗോഡ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പായ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായ വിശ്വാസത്തിൻ്റെ പുത്തൻ കാഴ്ചകളെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരും. ശിഷ്യന്മാർ തിരമാല കണ്ടല്ലേ ഭയപ്പെട്ടത്? I reminded you, hallelujah. The disciples were scared because of the winds and waves and hallelujah that's rising against them. അവർക്ക് എതിരെ ഉയരുന്ന തിരമാല കണ്ട അവർ ഭയപ്പെട്ടത്. At the same time, hallelujah, after a few hours they were able to see, hallelujah, Jesus is walking on the sea. The same hallelujah wave tried to make you drown and afraid. Now they are seeing that waves under the feet of Jesus Christ. ഏത് തിരമാലയെ കണ്ട് അവർ ഭയപ്പെട്ടോ, ഏത് കടലിനെ അവർ പേടിച്ചോ, ആ തിരമാലയെ ചവിട്ടി വരുന്ന യേശുവിനെ അവർ കണ്ടു. എൻ്റെ പ്രതിസന്ധികളെ ഞാൻ കാണേണ്ടത്, ഐ ഷുഡ് സീ എവറി പ്രോബ്ലം ഇൻ മൈ ലൈഫ് ഷുഡ് ബി അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കാൽക്കലാണ് എൻ്റെ പ്രതിസന്ധികളെ കാണേണ്ടത്. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന അധികാരമുള്ള യേശുവിൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ, they were afraid about what they have seen. അവർ കണ്ടാണ് അവർ ഭയപ്പെട്ടത്. ആർത്തിരമ്പി വരുന്ന തിരമാല പോലെ ഇസ്രായേൽ മക്കൾക്ക് നേരെ ഫറവോന്റെ സൈന്യം ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ പിന്തുടരും, ഞങ്ങൾ പിടിക്കും, ഞങ്ങളുടെ ആശ അവരുടെ മേൽ പൂർത്തിയാകും എന്ന് അലറി വിളിച്ചുകൊണ്ട് മിസ്രൈമ്യ സൈന്യങ്ങൾ ഫറവോന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അവരെന്താ കണ്ടത്? പ്രൈസ് ഗോഡ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് സൈറ്റ് ദാറ്റ് ദ ആർമി ഓഫ് ഈജിപ്റ്റ് ഈസ് കമ്മിങ് അഗൈൻസ്റ്റ് ദം, ദേ കുഡ് സീ എ ന്യൂ വേസ് ഓപ്പണിംഗ് ബിഫോർ ദം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ റെഡ് സീ. ചെങ്കടലിൻ്റെ നടുവിൽ ഒരു പുതു വഴി തുറക്കുന്നത് അവർ കണ്ടു. വെള്ളം ചിറ പോലെ നിൽക്കുന്നത് അവർ കണ്ടു. കുഴഞ്ഞ മണ്ണ് ഉണങ്ങി വഴിയാകുന്ന അവർ കണ്ടു. അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവരുടെ തൊട്ടു പിമ്പിൽ മറയായി നിൽക്കുന്നത് അവർ കണ്ടു. ദൈവദൂതൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അവർ കണ്ടു. അതെ, ഞാൻ എന്തെങ്കിലും കണ്ടു ഭയപ്പെട്ടാൽ അതിനെ മാറ്റുന്ന ഒരു പുതിയ കാഴ്ച എൻ്റെ കണ്ണിന് മുമ്പിൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വേഗം മുന്നോട്ട് പോകാം. ഈ മർക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ യേശുവും ജായിറസ് എന്ന് പറഞ്ഞൊരു പള്ളിപ്രമാണിയുമായുള്ള സംഭാഷണമാണ്. അല്ല, ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് എ സിനഗോഗ് റൂളർ. ഹിസ് നെയിം ഇസ് ജായിറസ്. ജായിറസ് ഒരു പള്ളിപ്രമാണിയാണ്. പ്രൈസ് ഗോഡ്. സമൂഹത്തിൽ നല്ല വിലയും സ്ഥാനവും ഒക്കെ ഉള്ളൊരു മനുഷ്യരാണ്, ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. ദ റൂളേഴ്സ് ഓഫ് ദ സിനഗോഗ്. On those days, the synagogues are ruled by rulers. They are called synagogue rulers. The elders will come together and appoint a man as the leader of the synagogue. He's not the priest. He's not the preacher in the synagogue. They have a different ministry there. Pharisees are there, scribes are there, priests are there. But the synagogue ruler, he is the one who leading everything in the church. അഡ്മിനിസ്ട്രേഷൻ്റെ ലീഡറായിരുന്നു സിനഗോഗ്. വെൽ റെപ്യൂട്ടഡ് ഡിഗ്നിഫൈഡ് മാൻ. നല്ല അധികാരവും കഴിവും സ്വാധീനമൊക്കെ ഉള്ള സിനഗോഗ് റൂളർമാരായിരുന്നു. മീറ്റിംഗ് എല്ലാം ക്രമീകരിക്കുന്നത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എപ്പോൾ പാടണം, എപ്പോൾ പ്രാർത്ഥിക്കണം, പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുന്ന സിനഗോഗ് റൂളറായിരുന്നു. അതുകൊണ്ടാണ് sometimes Jesus came to the synagogue and healed the sick people. The synagogue ruler were distressed because of that. കാരണം തൻ്റെ പ്രോഗ്രാമിൽ പെട്ടതല്ലായിരുന്നു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നതും വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുക. അതുകൊണ്ട് അവന് നീരസപ്പെട്ടു, സിനഗോഗ് റൂളർ നീരസപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സമൂഹത്തെ റെപ്യൂട്ടേഷനുള്ള, സിനഗോഗിനകത്ത് സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരുന്നു പള്ളിപ്രമാണിമാർ. അപ്പോൾ തന്നെ പള്ളിപ്രമാണിമാർ ആ കാലത്ത് ആരും യേശുവിനെ അംഗീകരിച്ചില്ല. No one, any of the synagogue rulers never ever accepted Jesus. യേശുവിനെ അവർ അംഗീകരിച്ചില്ല. കാരണം യേശുവിനെ കുറിച്ച് അവർക്ക് പുച്ഛമായിരുന്നു. 30 years of life, the 30 years of Jesus life, he was യേശു ദൈവപുത്രനാണ്. അപ്പോൾ തന്നെ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച 30 വർഷം യേശുവിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിയിട്ട്, the way he born, the way he brought up,
the family he belongs, that all make a hallelujah. ജീസസിന് ഒരു ഡിസ്ഗ്രേസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടായിരുന്നത്. യേശുവിനെ അവർ താഴ്ന്ന നിലയിൽ കണ്ടു. ഇവൻ മറിയയുടെ മകനാണ്, ഇവൻ തച്ചൻ്റെ മകനാണ്, ഇവൻ്റെ സഹോദരന്മാരെ ഒക്കെ നമുക്കറിയാമല്ലോ. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ് യേശു ക്രിസ്തു. യഹൂദ മത ആചാരങ്ങളുടെ ശത്രുവാണ്, അതിനെ എതിർക്കുന്നവനാണ്. പുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ യേശുവിനെ ഇഷ്ടമേ അല്ല. കാരണം ഓൾവേസ് ജീസസ് ഈസ് ക്രിട്ടിസൈസിങ് ദം, ഈസ് എൻ എനിമി ടു ദം. അവർക്കൊരു ശത്രുവാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സകല പള്ളിപ്രമാണിമാർക്കും, ടു പ്ലീസ് ഓൾ ദ ലീഡേഴ്സ് ഇൻ ദ ചർച്ച്, ഓൾ ദ ഫാരിസീസ്, ഓൾ ദ സ്ക്രൈബ്സ്, ഓൾ ദ പ്രീസ്റ്റ് ഇൻ ദ ചർച്ച്, ദ സിനഗോഗ് റൂളേഴ്സ് യൂസ്ഡ് ടു ഡിസ്പൈസ് ജീസസ്. അവർക്ക് യേശുവിനെ പുച്ഛമായിരുന്നു, നിന്ദിക്കുമായിരുന്നു. കാരണം they were honoring the other group of people. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൈസ് ഗോഡ് നാം ഇപ്പോൾ, അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം മഹാപുരോഹിതന് ഒരു ചലഞ്ച് തന്നെ വെച്ചിട്ടുണ്ട്. We used to read that, hallelujah. John chapter 7 verse 48. ആ ഭാഗം വളരെ സുപരിതമാണ്. ആരംഭ ഭാഗത്ത് യേശു നിന്നുകൊണ്ടൊരു the last day of the celebration or the festival, Jesus made an exhortation to the people that those who are thirsty, come unto me. Hallelujah. You can quench your thirst, and those who are ready to believe in me, and out of their belly will flow the rivers of the living water. എൻ്റെ അടുക്കൽ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവർ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളുടെ അകത്ത് നിന്ന് ജീവജലത്തിൻ്റെ നദിയൊക്കെ പുറപ്പെടും. ഇതൊക്കെ കേട്ട് ജനമെല്ലാം ഇളകി മറിഞ്ഞിട്ട്, ജോൺ ചാപ്റ്റർ 7 all the people were attracted to Jesus. And when they saw, and all the Pharisees, all the priests, all the elders of the church saw that the people are going after Jesus, they were so much distressed. യേശുവിൻ്റെ പിന്നാലെ ലോകം പോകുന്നു എന്ന് കണ്ടപ്പോൾ ജനത്തിൻ്റെ മൂപ്പന്മാർക്ക്, പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കുറച്ച് പടയാളികളെ അയച്ചു. send their soldiers and all their people to capture Jesus. യേശുവിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അയച്ചു. അങ്ങനെ പിടിക്കാൻ പോയവർ തിരിച്ചു വന്നിട്ട്, ജോൺ ചാപ്റ്റർ 7 verse 47, അതിങ്ങനെ വായിക്കുന്നത്, തിരിച്ചു വന്ന ചേവകരും പടയാളികളും പറഞ്ഞു, നിങ്ങളെന്താ അവരെ പിടിച്ചുകൊണ്ട് വരാഞ്ഞത്? വി ഹാവ് നെവർ സീൻ ദാറ്റ്. ഹല്ലേലൂയ. ആസ് ദ വേ ഹി സ്പീക്ക്, അവൻ സംസാരിക്കുന്ന പോലെ ഞങ്ങൾ ആരും സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. മേ ബി വേഴ്സ് 46. യേശു സംസാരിക്കുന്ന പോലെ ഒരു സംസാരം, പ്രസംഗം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ഉടനെ പരസ്യന്മാർ ചോദിക്കുകയാണ്, ആർ യു ഓൾസോ ഡിസീവ്ഡ്? നിങ്ങളും ഹല്ലേലൂയ അവൻ്റെ പ്രസംഗം കേട്ട് വഞ്ചിക്കപ്പെട്ടോ? പ്രൈസ് ഗോഡ്. എന്നിട്ട് ഒരു ചലഞ്ചായിട്ട് 7:48 ചാപ്റ്റർ 7 verse 48 മഹാപുരോഹിതൻ വെല്ലുവിളിച്ച് പറയുകയാണ്, പ്രമാണിമാരാകട്ടെ പരീശന്മാരാകട്ടെ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? Have any of the rulers or the Pharisees believed on him? He was so confident that none of the Pharisees, none of the rulers, none of the priests will believe Jesus. ഒരൊറ്റ പ്രമാണിമാരും ഒറ്റ പരീശന്മാരും ഹല്ലേലൂയ ന്യായപ്രമാണം അറിയുന്നവരാരും യേശുവിൽ വിശ്വസിക്കത്തില്ലെന്ന് പുരോഹിതന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞു വന്നത്, പള്ളിപ്രമാണിമാരോ ഹല്ലേലൂയ പരീശന്മാരോ ഒന്നും യേശുവിൽ വിശ്വസിക്കാത്ത കാലം, യേശുവിനെ പുച്ഛിക്കുന്ന കാലം. ഇതാ ഒരു പള്ളിപ്രമാണി, ഹിസ് നെയിം ഈസ് ജൈറസ്. ഇതാ ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. കരഞ്ഞുന്ന കണ്ണുകളോടെ, വിനയത്തോടെ, വിതുമ്പലോടെ. ഹീ ഈസ് അപ്രോച്ചിങ് ജീസസ്. Hallelujah. The tears are rolling down. You know the reason why. Hallelujah. ഒരു പക്ഷേ ഇവനും പണ്ട് യേശുവിനെ കുറ്റപ്പെടുത്തിയവനായിരിക്കാം. As the other, like other synagogue rulers or like other Pharisees, he used to mock at Jesus because of the way he was living, because of his birth or the way he raised up. ഇതൊക്കെ കണ്ട് ഇവനും പുച്ഛിച്ചവനായിരിക്കാം, ഒരു പക്ഷേ ആക്ഷേപിച്ചവനായിരിക്കാം. പക്ഷേ ഇപ്പോൾ an accident has happened to his life. ജീവിതത്തിൽ ഒരു അത്യാഹിതം നടന്നിരിക്കുന്നു, തൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു, ഒരു വേദനിപ്പിക്കുന്ന വിഷയം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു. തൻ്റെ 12 വയസ്സുള്ള, the story is very familiar for you. Now you can easily follow me. Hallelujah. A 12-year daughter. Hallelujah. And now she's about to die because of the seriousness of the sickness. രോഗം പിടിച്ചു മരിക്കാറായിരിക്കുന്ന ഒരു മകൾ. Hallelujah. He spent all his money, all his, hallelujah. He was a, hallelujah, man with dignity and everything. Hallelujah. He could approach all the doctors, all the well-known doctors on the city. But no one could heal her. ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാതെ വണ്ണം, ആർക്കും പരിഹാരം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ സകലതും പരാജയപ്പെട്ട് ഏകജാതയായ 12 വയസ്സുള്ള മകൾ മരണക്കിടക്കയിലായിരിക്കുന്നു. മരണത്തിൻ്റെ ഒച്ച വീടിൻ്റെ മുമ്പിൽ കേൾക്കുന്നു. ഏത് സമയത്തും മരിക്കാം. ഹല്ലേലൂയ. ഈ ആവശ്യവുമായിട്ടാണ് തൻ്റെ ഡിഗ്നിറ്റി നോക്കാതെ, തൻ്റെ പദവി നോക്കാതെ,
താൻ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഓർക്കാതെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവൻ ഓടി വരുന്നത്. പ്രിയമുള്ളവരെ, ആവശ്യക്കാരന് എന്നും ഓടി വരാൻ പറ്റിയ അഭയസ്ഥാനം യേശുവിൻ്റെ സന്നിധി മാത്രമാണ്. Hallelujah. I'm so excited to say that. Whenever I am in need, always I will go to Lord in prayer. Not only in the time of need, any time I can approach the throne of grace to obtain grace and mercy in due time. തക്ക സമയത്ത് സഹായത്തിനുള്ള കരുണയും കൃപയും ലഭിക്കേണ്ടതിന് നമുക്ക് ധൈര്യത്തോടെ പോകാവുന്ന ഒരേ ഒരു സ്ഥലം യേശുവിൻ്റെ സന്നിധിയാണ്. ഓടി വരുന്നവൻ്റെ, ആവശ്യക്കാരൻ ഓടി വരുന്നവൻ്റെ പഴയ ചരിത്രം നോക്കാതെ, ഇന്നലത്തെ എൻ്റെ ചരിത്രം നോക്കാം. As we heard today, Lord, as that potter was making a vessel on the wheel, it marred in his hand. If I was that potter, I would have thrown that it away because I can take another mud. But that merciful potter, that resembles the nature of Jesus Christ, with the same clay he made into another vessel. Hallelujah. അതേ മണ്ണുകൊണ്ട് രണ്ടാമതൊരു പാത്രം ഉണ്ടാക്കിയതുപോലെ അടുത്തു വരുന്നവനെ തള്ളിക്കളയാത്ത ദൈവം. Anytime you approach God, hallelujah, with the tears, fall at his feet, he will never despise you, he will never deny you, he will embrace you. Hallelujah. അടുത്തു വരുന്നവനെ ആലിംഗനം ചെയ്യുന്ന ദൈവസ്നേഹത്തിനായി ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ പഴയ പാപം ഓർക്കാതെ, നമ്മുടെ പഴയ അകൃത്യം ഓർക്കാതെ, ഇന്നലകളിലെ ചരിത്രം ഓർമ്മിപ്പിക്കാതെ, ഇന്നലകളിലെ പരാജയം ഉയർത്തിക്കാണാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വലിപ്പത്തിനായി ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടല്ലേ യേശു വിളിച്ചു പറ, അധ്വാനിക്കുന്നവർ അല്ലയ്യ എൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ. റോമാ ഗവൺമെൻറ് അടിമത്തത്തിൽ കുഴഞ്ഞ് അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്നാട്ട്. ഭാരം ചുമക്കുന്നവർ, ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാരം ചുമന്ന് ചുമല് തളർന്നവർ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാട്ട്. ദാഹിക്കുന്നവർ, നാവ് അണ്ണാക്കോട് വറ്റിയിട്ട് ഒന്നും സംസാരിപ്പാൻ കഴിയാതെ, ചെയ്യുവാൻ കഴിയാതെ ആശയില്ലാത്തവർ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാട്ട്. ശിശുക്കൾ, ജീവിതത്തിൽ ബലഹീനരാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, തന്നെ ചെയ്യാൻ കഴിയില്ല, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ഗോഡ്. രോഗികൾ, പാപികൾ, ചുങ്കക്കാർ, ആർക്കു വേണേലും വരുവാൻ പറ്റിയ പാദപീഠം. റിസർവേഷൻ ഇല്ലാതെ, വിതൗട്ട് എനി റിസർവേഷൻ, വി ക്യാൻ അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ്. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയും. അവൻ വന്നു പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക്, യേശുവേ, എൻ്റെ കുഞ്ഞുമകൾ മരിപ്പാറായി, നീ എൻ്റെ വീട്ടിലേക്ക് വരേണം. നമ്മുടെ ചിന്തയിലേക്ക് വേഗം പോകാം. മാർക്ക് ചാപ്റ്റർ 5:24. യേശു ഈ യായിറോസിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുകയാണ്. He's so excited. I never thought that, when I call him, he will come with me. I thought that he's going to just say a word and I'm going to take that word into my home. But it was for his surprise, Jesus decided to go along with Jairus. യേശു യായിറോസിൻ്റെ കൂടെ പോകുവാൻ തീരുമാനിച്ചു. I heard about Jesus so much. യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന, ചെകിടന്മാരുടെ ചെവി തുറക്കുന്ന, മുടന്തന്മാരെ തുള്ളിച്ചാടി നടക്കുന്ന, കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തിൻ്റെ നിറം മാറ്റിയ യേശുവിനെ കുറിച്ച് ജായിറസ് ഒത്തിരി കേട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആ യേശു എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ യേശു കൂടെ വരുമ്പോൾ ഞാൻ എൻ്റെ ചിന്തയെ കൂടെ ചിന്തിക്കുകയാണ്. വാട്ട് വാസ് ഹിസ് ഡ്രീം? എന്തായിരിക്കും ജായിറോസിൻ്റെ ചിന്ത? ജീസസ് ഈസ് കമ്മിങ് വിത്ത് മീ, ഹി വിൽ കം ടു മൈ ഹൗസ് ആൻഡ് ഹി വിൽ ഹീൽ മൈ ഡോട്ടർ ആൻഡ് വി വിൽ ഹാവ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇൻ അവർ ഹൗസ് ഫ്യൂ അവേഴ്സ് ലേറ്റർ. കുറച്ച് സമയം കഴിയുമ്പോൾ രോഗസൗഖ്യത്തിൻ്റെ വലിയൊരു വിടുതൽ എൻ്റെ വീട്ടിൽ നടക്കാൻ പോവുകയാണ്. ഇൻ ബിറ്റ്വീൻ ദാറ്റ്, as Jesus was walking along with Jairus and the team, something unusual things happened over there. അവിടെ സംഭവിച്ച വേറൊരു കാര്യമാണ്, one woman with the issue of blood for 12 years, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആ ആൾക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നു. തൻ്റെ യാത്ര തടസ്സപ്പെടുത്തുമോ എന്ന് യായിറസിന് തോന്നുമാറ്. പ്രൈസ് ഗോഡ്. അവൾ കടന്നു വരുന്നു, യേശു അവളെ സൗഖ്യമാക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ ഞാൻ ജായിറോസിൻ്റെ, when I am standing in the shoes of Jairus, hallelujah, I may feel disturbed. I am in an urgency. Jesus is coming to my house. Why this woman is disturbing him? പക്ഷെ ഒരു കാര്യം നാം തിരിച്ചറിയണം. എൻ്റെ രോഗസൗഖ്യം നടക്കുന്നതിന് മുമ്പ്, before I see a miracle in my life, I will be witnessing for many miracles that happening around us. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിന് മുമ്പ്, നമ്മുടെ രോഗസൗഖ്യം നടക്കുന്നതിന് മുമ്പ്, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നതിന് മുമ്പ് അനേകരുടെ രോഗസൗഖ്യം, അനേകരുടെ നിന്ന മാറുന്നത്, അനേകരുടെ കഷ്ടം മാറുന്നതൊക്കെ കാണുവാൻ നമ്മുടെ കണ്ണുകൊണ്ട് ഭാഗ്യം തരും. അതെ, when you are sick itself, you can be a healing minister. When you are tired, you can encourage others. When you are going through the stress, you will be able to lift many people. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഞാൻ തകർന്നിരിക്കുമ്പോഴും മറ്റുള്ളവരെ പണിയുന്ന ഒരു ദൈവകൃപ ദൈവം എൻ്റെ മേൽ തന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രോഗശാന്തി പകരുന്ന അത്ഭുതത്തിൻ്റെ വചനം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം നിരാശയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന വിടുതലിൻ്റെ ദൂത് ദൈവം നിന്റെ അതിരത്തിൽ തരും. അത് ജീവിതത്തിൻ്റെ തകർച്ചയിൽ നീ കിടക്കുമ്പോൾ മറ്റുള്ളവരെ പണിയുന്ന ദൈവിക കരത്തിൻ്റെ ബലം നമ്മുടെ തോളിലുണ്ടെന്ന് തിരിച്ചറിയണം. എൻ്റെ പ്രശ്നം കഠിനമായിരിക്കുമ്പോഴും അനേകരുടെ സൗഖ്യത്തിന് എന്നെ സാക്ഷിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നാം വായിച്ച വാക്യം 5:36 വാക്യം, ചാപ്റ്റർ 5 verse 36. While they were approaching the home, or maybe closer to the home, suddenly a person coming from his house and declared a news, a hot news. Hallelujah. അവിടെ പറയുന്നത് ഇതാണ്, ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇനിയും ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. നിന്റെ മകൾ മരിച്ചുപോയി. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ചിന്തയിലേക്ക് വരാൻ പോകുകയാണ്, ഇങ്ങനൊരു വാർത്ത കേട്ടാൽ വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? ഹല്ലേലൂയ. യു ആർ എക്സ്പെക്ടിങ് എ ഹീലിംഗ്, യു ആർ എക്സ്പെക്ടിങ് എ മിറക്കിൾ, യു ആർ എക്സ്പെക്ടിങ് എ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ആൻഡ് സഡൻലി a news, a hot news you heard, like as the way Jairus heard. ആ വാക്കിതാണ്, ഹല്ലേലൂയ. നിന്റെ മകൾ മരിച്ചുപോയി. ഏത് ആശയോടെ ഞാൻ നടന്നു പോകുന്നോ, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ, എന്തിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നോ, അത് അസ്തമിച്ചു എന്നൊരു വാർത്ത. ഹല്ലേലൂയ. ഇനി യേശുവിനെ പ്രയാസപ്പെടുത്തണ്ട, നമ്മുടെ ഭാഷ പറഞ്ഞ ഇനിയും പ്രാർത്ഥിക്കണ്ട, ഇനി എന്തിനാ ആലയത്തിൽ പോകുന്നത്, ഇനി എന്തിനാ ദൈവത്തെ സേവിക്കുന്നത്, ഇനി എന്തിനാ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? പ്രൈസ് ഗോഡ്. ശരീരം മുഴുവൻ തളരുന്നൊരവസ്ഥ ഈ യായിറോസിനുണ്ടായേക്കാം. ഹല്ലേലൂയ. കണ്ണിരുട്ടുകയായിരുന്നു. ലാസ്റ്റ് 12 years she was the apple of our eye. We were pampering her, her play, her talk, all things that are happening with her in the house. That memories came to the mind of Jairus. യായിറോസിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മയൊക്കെ കടന്നു വന്ന് കാണും. ഹല്ലേലൂയ. ഒരു പക്ഷെ തളർന്ന് വീഴാൻ പോയി കാണും യായിറോസ് വഴിയിൽ. ആരെങ്കിലും തന്നെ ഒന്ന് താങ്ങി പിടിച്ച് കാണും. It's naturally it's happening everywhere. അതിൻ്റെ നടുവിലാണ് നാം ആ സന്ദേശം കേൾക്കുന്നത്. Verse 36. അതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ്. I was telling all this story to bring you into that point. Hallelujah. Jesus just ignored that word. ആ വാക്ക് കേട്ടിട്ട് യേശു അത് കാര്യമാക്കിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം അതാണ്. നിങ്ങൾ കേട്ടതും കണ്ടതും നിങ്ങളെ ഭയപ്പെടുത്തിയതും നിങ്ങളെ നിരാശപ്പെടുത്തിയതും അല്ലേ, നിങ്ങൾ കാര്യമാക്കണ്ട. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ആ വാക്ക് കേട്ടിട്ട് യേശു അത് കാര്യമാക്കാതെ, പ്രൈസ് ഗോഡ്, അല്ലേ. ഏത് വാക്ക്? ഇപ്പോൾ നീ വഴിയിൽ കേട്ട ഈ വാക്ക്, ഇപ്പോൾ നിന്നെ ഭയപ്പെടുത്തിയ ഈ വാക്ക്, ഇപ്പോൾ നിന്റെ ചെവിയിൽ കൊണ്ടുവന്ന ഈ ദൂത്, ഹല്ലേലൂയ. നിരാശയുടെ വാക്ക്, ഈ മരണത്തിന്റെ ഹല്ലേലൂയ ശക്തി വെളിപ്പെട്ടു എന്ന് പറയുന്നത്, അതിനെ കാര്യമാക്കണ്ടെന്നാണ് യേശു പറയുന്നത്. യേശു യായിറോസിന്റെ ഭാരം കണ്ടു, തകർന്ന ഹൃദയം കണ്ടു, പിതാവെന്ന നിലയിൽ അവൻ്റെ മനസ്സിൻ്റെ മുറിവ് യേശു കണ്ടു, ഭയം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൻ്റെ നിരാശ മൂടിയ മുഖം കണ്ടു. യേശു അത് കാര്യമാക്കാതെ അടുത്ത പദം വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഡു നോട്ട് ബി അഫ്രൈഡ്, ജസ്റ്റ് ബിലീവ്, ഓൺലി ബിലീവ്, ഓൺലി ബിലീവ്. അതെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്തിനെ ഭയപ്പെടേണ്ട, എന്തിനെ പേടിക്കണ്ടെന്നാ യേശു പറഞ്ഞത്. ഹല്ലേലൂയ. മരണത്തെ പേടിക്കണ്ടെന്നോ? അതെ, ഒരു ദൈവ പൈതല് ഈ ഭൂമിയിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെയും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാവിലെ ചെവിയിൽ കേട്ട ദുഃഖത്തിന്റെ വാർത്തകൾ, നിരാശയുടെ വാർത്തകൾ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, മനസ്സ് മടുപ്പിക്കുന്ന വിഷയങ്ങളെ ഒരു ദൈവ പൈതൽ കാര്യമാക്കേണ്ട. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഹല്ലേലൂയ. കാര്യമാക്കേണ്ട. കാരണം യേശുവിൻ്റെ വചനം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ മുഴങ്ങിയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. If you are ready to trust upon the words of Jesus Christ, every promises that is inscribed in the word of God, that's for you, my brother and sister. ഇന്ന് രാവിലെ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. നിന്റെ ഭയം മാറ്റുന്ന, നിന്റെ നിരാശ മാറ്റുന്ന, നിന്ന മാറ്റുന്ന, അകത്തളങ്ങളിൽ ഉറഞ്ഞുകൂടിയ ദുഃഖത്തിൻ്റെ കഠിനഭാവം മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, ആകുല ചിന്തയാലല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ യായിറോസും യേശു ഇപ്പോൾ വീട്ടിലെത്തി. വീടിനകത്ത് വലിയ ആരവം നടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ മരണ വീട്ടിലെ സാഹചര്യങ്ങൾ. പട്ടണത്തിൽ കേട്ടത് കാര്യമാക്കണ്ട എന്ന ചിന്തയോടെ തന്നെയാണ് യായിറോസ് ഇവിടെ നിൽക്കുന്നത്. അവിടെ വന്നിട്ട് യായിറോസിന് ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായില്ല മരണവാർത്ത കേട്ടിട്ട്. കാരണം ഓൾറെഡി കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ വന്ന് അവിടുത്തെ ആരവാരം കണ്ടു.
അവിടെ കരയുന്നവരെ, വിലപിക്കുന്നവരെ കണ്ടു. അടുത്ത വചനം അവിടെ മുഴങ്ങിക്കേൾക്കുകയാണ്, കുഞ്ഞു മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ. ഹല്ലേലൂയ. അത് കേട്ടവർ യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി. വെറുതെ അല്ല പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇവനെ ബോഷൻ എന്ന് വിളിക്കുന്നത്, ഇവന് ഭൂതമുണ്ടെന്ന് പറയുന്നത്, ഇവനെ പിടിക്കാനും കല്ലെറിയാനും കൊല്ലാനും ശ്രമിക്കുന്നത്. കാരണം ഒരു മരിച്ച കുഞ്ഞിൻ്റെ മരണം കണ്ടിട്ട് പോലും അത് തിരിച്ചറിയുവാൻ കഴിവില്ലാത്തവനാണോ യേശു എന്നൊക്കെ അവിടെ പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസവും നമ്മുടെ വാക്കുകളും ഒക്കെ മനുഷ്യർ തെറ്റിദ്ധരിക്കും അല്ലെ. നെവർ ബി ഡിസ്കറേജ്ഡ് ആൻഡ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. മറ്റുള്ളവരെന്തോ പറയുന്നത് കേട്ടോണ്ട് പറയാൻ പോയാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അത് കാര്യമാക്കണ്ട. കാരണം ലോകം നമുക്ക് ഒരു അംഗീകാരം തരത്തില്ല. നാം ലോകക്കാരല്ല. When we preach the word of God, when we sing, when we worship God in the midst of calamity, in the midst of sickness and pain, the people may not understand why we are doing that. Hallelujah. Because we are not of this world. We are in the world, but we are not of the world. നാം ഈ ലോകത്തിലാണെങ്കിലും നാം ലോകക്കാരല്ലാത്തത് കൊണ്ട് നാം ചെയ്യുന്ന സ്വർഗീയ വിഷയങ്ങളും ആത്മസന്തോഷത്തെയും നമ്മുടെ ദർശനത്തെയും നമ്മുടെ പ്രത്യാശയും തിരിച്ചറിയുവാൻ ലോകത്തിന് കഴിയത്തില്ല. നാം ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നമ്മെ സ്നേഹിക്കുമായിരുന്നു. ഹല്ലേലൂയ. എബ്രായലേഖനം 11:39 ഇങ്ങനെ വായിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. The world was not worthy for them. Or in other words we can say the world was not fitting for them. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം ഏതുമല്ല യോഗ്യം എനിക്കല്ല എന്ന് നാം പാടുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പം ലോകം നമുക്ക് യോഗ്യമല്ല. അത് കാര്യമാക്കണ്ട. യേശു പറഞ്ഞ അവസാന പദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. അത് കാര്യമാക്കാതെ യേശു Talida Kumi just entered into the room where that little girl was lying down. Hallelujah. He entered along with James, John and Peter and that girl's parents. ആ കുഞ്ഞുങ്ങളും അകത്ത് പത്രോസും യാക്കോബും യോഹന്നാനും കുഞ്ഞിൻ്റെ മാതാപിതാക്കളും മാത്രം അകത്ത് കയറിയിട്ട് യേശു പറഞ്ഞു, തലീദ കൂമി, അരാമ്യ ഭാഷയിൽ തലീദ കൂമി, ബാലെ എഴുന്നേൽക്ക. ഹല്ലേലൂയ. അധികാരമുള്ള യേശു അല്പം മുമ്പ് പട്ടണത്തിൽ വെച്ച് കാര്യമാക്കാതെ, എന്ത് കാര്യമാക്കാതെ? മരണ വാർത്ത കാര്യമാക്കാഞ്ഞതിൻ്റെ കാരണം ഇതിനപ്പുറത്ത് വെളിപ്പെടാൻ പോകുന്ന ജീവൻ യേശുവിന് അറിയാമായിരുന്നു. ഇന്ന് പകൽക്കാലം മരിച്ച ഒരാളെ എഴുന്നേൽപ്പിക്കുന്ന കാര്യം പറയുവാനല്ല ഞാൻ ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവച്ചത്. 2021 വെല്ലുവിളികൾ ഈ ആരംഭത്തിൽ വെച്ച് കണ്ട് ആത്മാവിൽ പറയണം, ഞങ്ങളത് കാര്യമാക്കുന്നില്ല. കാരണം ഞങ്ങളിൽ വ്യാപരിക്കുന്നത് ജീവനാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മരണത്തിൻ്റെ കിടക്കിയോട് അമർന്നുപോയ 12 വയസ്സുള്ള കുഞ്ഞിനെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ്, തലീദ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് യേശു ഉയർത്തുമ്പോൾ അവളുടെ കണ്ണു തുറക്കുന്നു. ഉടയവൻ സൃഷ്ടിച്ചവൻ സൃഷ്ടിയെ പിടിച്ചെഴുന്നേൽക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം എൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ആത്മീയ മനുഷ്യനുണ്ട്. Because of the things that I heard, because of the things I have seen, because of the things that going through, hallelujah, my spiritual life is almost dead. This morning God has a message for you. Just ignore what you have seen. Arise and shine for the glory of the Lord. അകത്ത മരിച്ച അവസ്ഥകൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പുറത്തു വരട്ടെ. പാപത്തിൻ്റെ കെട്ടിൽ കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ലോകം പറയുന്നത് കാര്യമാക്കേണ്ട, പിശാച് പറയുന്നത് കാര്യമാക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കേണ്ട, മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ കാര്യമാക്കേണ്ട, വീട്ടുകാർ പറയുന്നത് കാര്യമാക്കേണ്ട. യേശുവിന് പറയാനുള്ളത് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ചിലതിനെ ഞാൻ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. മരണഭീതിയെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ജയിക്കുവാൻ എത്ര പേര് തയ്യാറാകും? നമ്മുടെ ആകുല ചിന്താഗതികളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ശാസിക്കുവാൻ തലീദ കൂമി എന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ചിലതിനെയൊക്കെ നോക്കി സ്വർഗം കൽപ്പിക്കുകയാണ്, എഴുന്നേറ്റ് വരിക. അല്ല, 2020 കെട്ടുകളെല്ലാം മാറിപ്പോകട്ടെ. 2021 ഒരു പുതു ദൗത്യത്തിനായി ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. ദൈവസഭയെ അറൈസ് വിത്ത് എ ന്യൂ ലൈഫ് ആൻഡ് വിത്ത് എ ന്യൂ വിഷൻ. ദൈവസഭ ഒരു പുതിയ കാഴ്ചപ്പാട് എഴുന്നേൽക്കണം. കഴിഞ്ഞ ഒരു വർഷക്കാലം കുടുംബത്തിനകത്ത് ശക്തമായി ആരാധന വെളിപ്പെട്ടില്ലേ? കുടുംബ പ്രാർത്ഥനകൾ വെളിപ്പെട്ടില്ലേ? ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് ആലയം തുറക്കണം ദൈവഹിതമെങ്കിൽ. ഹല്ലേലൂയ. കുറച്ചു പേർക്കെങ്കിലും വീണ്ടും കടന്നു വന്നും ഒക്കെ ആരാധിപ്പാൻ ദൈവം അവസരമുണ്ടാക്കും. അപ്പോൾ തന്നെ ദേശത്തിന്മേലുള്ള ഈ രോഗങ്ങളും കെടുതികളൊക്കെ മാറിപ്പോയി. യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചുള്ള കൂട്ടായ്മ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തൊരു നമുക്ക് പ്രത്യാശയുണ്ട്. ഞാൻ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി എഴുന്നേൽക്കും? ഹല്ലേലൂയ. ഞാൻ ഈ മണ്ണിലെ ക്ലേശങ്ങളെ സാരമാക്കത്തില്ല. I will not, hallelujah, go after the things of this world. ഈ ലോകത്തിലെ സന്തോഷവും ഈ ലോകത്തിലെ ദുഃഖവും ഒന്നും എൻ്റെ മേൽ സ്വാധീനം ചെലുത്തുകയില്ല.
I will not be overexcited by the miracles I'm experiencing or over discouraged by the pain and things that which going through my life. Hallelujah. I have a constant, continuous and spontaneous worship for the Lord. I'm going to ignore every unwanted things and cling to the promise of God. ഈ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പുറകോട്ട് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് ലക്ഷ്യമാക്കി ക്രിസ്തുവിൽ എൻ്റെ പാദം ഉറപ്പിച്ച് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽ ഞാൻ തീരുമാനിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ. ഹല്ലേലൂയ. കർത്താവേ, ആകുല ചിന്ത കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഞാൻ കാര്യമാക്കുന്നില്ല. ഈ പദം മറന്നു പോകല്ലേ. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഹല്ലേലൂയ. അത് കാര്യമാക്കണ്ട. ആരെന്ത് പറഞ്ഞാലും നിങ്ങളെ തളർത്തുവാൻ 100 നാവുകൾ എഴുന്നേൽക്കും. നിങ്ങളെ വളർത്താൻ ആരും വന്നെന്ന് വരത്തില്ല. പക്ഷേ ഈ മണ്ണ് വിട്ടു പോകേണ്ടവരാ നാം. ഈ നിത്യതയുള്ള യാത്ര, മോക്ഷയാത്ര, സിയോൻ യാത്ര, അക്കരെ നാട്ടിലേക്കുള്ള യാത്രയിൽ എന്നെ തളർത്തുന്ന ഒന്നിനെയും ഞാൻ കാര്യമാക്കത്തില്ല എന്ന തീരുമാനത്തോടെ നിങ്ങളുടെ ക്രിസ്തു ജീവിതം കൊണ്ടുപോകുന്നുവെങ്കിൽ 2021 നിങ്ങൾക്ക് അനുഗ്രഹ വർഷമായിരിക്കും. Hallelujah. If you are ready, or another word, hallelujah. If you are ready to focus only upon God and God's word and His promises, you will have a blessed, hallelujah, a blessed and miraculous, hallelujah, a spirit-filled and anointed year 2021. അങ്ങനെ അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും പുറകെ പോയി ഓരോന്നിനെയും ജീവിതത്തിൽ വലിയ വിഷയമായി എടുത്ത് ഓരോന്നിൻ്റെയും പുറകെ നിങ്ങൾ പോകിയാൽ 2021 നിങ്ങളുടെ ജീവിതത്തിൽ കെടുതികളുടെ വർഷമായിരിക്കും. ഈ മണ്ണിലൊന്നും നേടിയില്ലെങ്കിലും, ഒരു വർധനവും ഉണ്ടായില്ലെങ്കിലും, ഒന്നും വ്യത്യാസം കണ്ടില്ലെങ്കിലും, നിത്യത നഷ്ടപ്പെടാതെ അക്കരെ നാട്ടിലേക്ക് യേശു മണവാളൻ എന്നെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടാറായി, കാലമാസന്നമായി, നാം പറന്നു പോകാറായി. അതുകൊണ്ട് ഈ മണ്ണിലെ ക്ലേശങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല, സാരമാക്കുന്നില്ല. ഐ ആം ഗോയിങ് ടു ഇഗ്നോർ എവരിതിങ് എന്ന തീരുമാനത്തോടെ നിങ്ങളുടെ വിശ്വാസ യാത്ര ചെയ്താൽ നിങ്ങൾക്കും വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശ വെളിപ്പെടാറായി. പ്രൈസ് ഗോഡ്. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. ഓ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ലോകദുഃഖങ്ങളും മാരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ലോകദുഃഖങ്ങളും മാരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. കടുതടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ആമേൻ. കടുതടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, പാരി
ചേരും നാം വേഗത്തിൽ ഇമ്പ വീടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരും നാം വേഗത്തിൽ ഇമ്പ വീടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പ വീടതിൽ ഹല്ലേലൂയ. കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖമേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചേരുന്നാം വേഗത്തിൽ ഇമ്പ വീടതിൽ കാണുന്നാമന്നാളിൽ പ്രിയൻ്റെ പൊന്നുമുഖം. ഈ പ്രത്യാശയോടെ വേണം നാം ജീവിക്കുവാൻ. 2021 നാം ആവർത്തിച്ച് കേൾക്കേണ്ട ദൈവശബ്ദം യേശുവിൻ്റെ വരവ് വാതുക്കലാണ്. യേശു വരാറായി തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. നാളും നാഴികയും നമുക്കറിയത്തില്ല. ഒരുപക്ഷേ ഹല്ലേലൂയ ഇന്നാണോ നാളെയാണോ എന്നറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, യേശു വരാറായി. യേശുവിൻ്റെ വരവാസനമായിരിക്കുമ്പോൾ ഭയത്തോടെ വിശുദ്ധിയോടെ നമ്മുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആരാധന അനുഗ്രഹമാക്കിയല്ലോ. ബ്രദർ ജോ ഓർപ്പിച്ച പോലെ പ്രിയ കർത്തദാസൻ പാസ്റ്റർ ബോണ്ടിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം കഴിഞ്ഞ 2016 മുതൽ ആ മിനിസ്ട്രിയോട് ചേർന്ന് പാർട്ണർഷിപ്പ് ചെയ്യുവാൻ ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നല്ലോ. വളരെ ഹല്ലേലൂയ ആത്മാർത്ഥയോടെ സിൻസിയറായി കർത്താവിൻ്റെ വേല ചെയ്ത ഒരു അഭിഷിക്തനാണ് കർത്താവിൻ്റെ ദാസൻ. മിനുവിന് പല സമയത്തും നമ്മുടെ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നാം എന്ത് തനിക്കൊരു നന്മ ചെയ്താലും ഒരു നന്ദി പറയാൻ വേണ്ടി യൂസ് ടു ടേക്ക് ടൈം ടു കം ടു അവർ മൺഡേ മീറ്റിംഗ് ഓർ സൺഡേ സർവീസ് ആൻഡ് കം അപ്പോൺ ആൻഡ് സേ വേർഡ് ഓഫ് താങ്ക്സ് ടു ദ ചർച്ച്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നന്ദിയുള്ള സമർപ്പണമുള്ളൊരു ദൈവദാസനായിരുന്നു. നാം ആരും ചെയ്യുവാൻ മടിക്കുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു. ഡ്രഗ്സ് അഡിക്റ്റിൻ്റെ ഇടയിലും അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഹോംലെസ് ആൾക്കാരുടെ ഇടയിലും ആ പട്ടണത്തിൽ നമ്മളവിടെ പോയി പിന്നെ എല്ലാ മാസവും നമ്മുടെ പ്രിയ സഹോദരങ്ങൾ അവിടെ പോയി ആ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഹി വാസ് എ കമ്മിറ്റഡ് മാൻ. കർത്താവിൻ്റെ ഹല്ലേലൂയ ഹിതം നിവർത്തിച്ച് താൻ അക്കരെ നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രത്യാശയുടെ പുരിയിൽ ഹല്ലേലൂയ ആ കുടുംബത്തിൻ്റെ ഹല്ലേലൂയ ആ വേദനയിൽ നമുക്കിന്ന് അവരോടും പങ്കുചേരാം. സഭ ഒരുമിച്ച് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ആ പ്രിയ മാതാവ് സിസ്റ്റർ കാത്തി അല്ലെങ്കിൽ തനിക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബം, അവരെല്ലാം അവർ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ആ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യത്തക്കവണ്ണം ദൈവം ഉത്തരവാദിത്തപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, സ്നേഹമുള്ള ദൈവമേ, ഈ വിശുദ്ധ സഭാരോധനയിൽ ഞങ്ങൾ കടന്നു വരുവാനും കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നൊരു ദൈവത്തെ കാണുവാനും ഞങ്ങൾക്ക് സഹായിച്ചു. നല്ല പാട്ടുകൾ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. നല്ല സന്ദേശങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി മാനപാത്രമായി മാറിയ പൗലോസിനെ പോലെ ഞങ്ങളും കർത്താവ് ദിവ്യ പ്രകാശത്തിൽ കർത്താവ് നല്ല പാത്രങ്ങളായി തീരട്ടെ. കർത്താവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞങ്ങളെ കണ്ടതാണെന്നുള്ള ബോധ്യവും അത് ഞങ്ങളെ കാലാകാലങ്ങളിൽ ഓരോ സ്ഥലത്ത് കർത്താവ് ദമസ്കോസ് പോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം സന്ധിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളെ കാര്യമാക്കാതെ ക്രിസ്തുവിലുള്ള ആശയം വിശ്വാസം ഉറപ്പിച്ച് മോക്ഷയാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മലയാളം പാട്ട് പാടുവാൻ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഇൻസ്ട്രുമെൻ്റ് വായിപ്പാൻ പ്രിയ സഹോദരങ്ങൾക്ക് കൃപ കൊടുത്തല്ലോ. ഇംഗ്ലീഷ് കർത്താവ് പാട്ടുകൾ പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് സൗണ്ട് സിസ്റ്റം, കർത്താവ് ലൈവ് സ്ട്രീമിംഗ് എല്ലാം നന്നായി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വചനം പറയുവാൻ നിൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഇതൊക്കെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പങ്കുചേർന്ന് എല്ലാവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. സൗഖ്യമില്ലാത്തവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കണം. വിശേഷമായി ഞങ്ങൾ പാസ്റ്റർ ബോണ്ടിൻ്റെ വലിയ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ, മിനിസ്ട്രിയെ, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. എല്ലാവരിലും പ്രത്യാശ കൊടുക്കണമേ. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ ആഴ്ച അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കാവലും സഹവാസവും എല്ലാ ദൈവമക്കളോടും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണം. താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് us.